മഴ മൊത്തത്തിലൊരു ദുരന്തമായിരുന്നെങ്കിലും വീട്ടിലേക്ക് ഇരുന്നിട്ട് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യാനായിട്ട് പറ്റിയൊരു ചാൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കിന്നൊരു ദോശ ഉണ്ടാക്കാം. ഭയങ്കര പ്രത്യേകതക്കുള്ള ദോശ ഒന്നുമല്ല കേട്ടോ, ഒരു സാധാരണ കുട്ടി ദോശ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് എൻ്റെ കുട്ടിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്നത്തോട് കൂടിയിട്ട് ആ ഇഷ്ടമൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉണ്ടാക്കി കൊടുത്ത ദോശയ്ക്ക് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെന്നെ വല്ലാതെ അങ്ങോട്ട് തളർത്തി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് നല്ല ടാലൻറ്റും സ്കില്ലും ഒക്കെ വേണ്ട ജോലിയാണ്. ഇതൊക്കെ ഒരു പാഷനായിട്ട് കാണുന്നവർക്ക് ഇതൊരു പ്രത്യേക എബിലിറ്റി ഉണ്ടാവും. പടച്ചോ സഹായിച്ച് എനിക്കങ്ങനത്തെ ഒരു കഴിവുമില്ല. ഞാൻ എന്ത് കോണ്ടൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ല പൊട്ടലാണ് പതിവ്. എൻ്റെ ഫോണിൽ ഒരുപാട് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 കൊല്ലമൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള പല വീഡിയോസും ഉണ്ടാവും. പക്ഷേ ഈ വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും വളരെ വളരെ മോശമായിട്ടുള്ള കോണ്ടൻസാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനൊരു മെനയില്ല. എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് മെന ആവണില്ലല്ലോ സജി എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, ആ സെൻറ്റൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്ത് ചെയ്താലും ശരിയാവാറില്ല. ഉള്ളിൽ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിക്കല്ല അത് പോകാറുള്ളത്. പിന്നെ ഈ കോണ്ടൻറ് ക്രിയേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇങ്ങനെ ചാനലിലേക്ക് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് വഴക്കുണ്ടാക്കി കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറഞ്ഞ്, പിന്നെ സെയിം വൈഫിനെ തന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ കല്യാണം കഴിച്ച്, പിന്നെ ഇപ്പുറത്തെ ചാനലിൽ നിന്ന് അപ്പുറത്തെ ചാനലിലേക്ക് വേറൊരു ചാനൽ പോയി തുടങ്ങി, എന്നിട്ട് അതിന് 2.0 എന്നൊരു പേരൊക്കെ ഉണ്ടാക്കി. അങ്ങനത്തെ ഒരു കോണ്ടൻറ് ക്രിയേഷൻ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടൈപ്പ് ഓഫ് കോണ്ടൻസ് ഇല്ലേ, നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വിഷമമൊക്കെ നമുക്ക് കുറച്ച് നേരം മറക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭയങ്കര ചില്ലൗട്ടാവാൻ പറ്റുന്ന, അങ്ങനത്തെ കുറേ നല്ല കോണ്ടൻസ് ഒക്കെ ഉള്ള ഒരുപാട് ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ നമുക്ക് അവർക്ക് ലൈക്കും വ്യൂ ഒക്കെ ചില ആൾക്കാർക്ക് കുറവായിരിക്കും. തുടക്കത്തിൽ അവർക്ക് കുറവായിരുന്നല്ലോ, മുന്നോട്ട് പോകുമ്പോൾ അവർക്കും കുറേ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ എനിക്ക് കിട്ടുന്നല്ല ഞാൻ പറയുന്നത്. 630 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് ഞാൻ ഇവിടെ എത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാം. അതാണല്ലോ ഒരു ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. പിന്നെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ശ്രമിച്ചാലും എനിക്ക് കാര്യമായിട്ട് ലൈക്കും വ്യൂ ഒന്നും കിട്ടാൻ പോകാമെന്നറിയാം. പിന്നെ നമ്മളുടെ ഒരു ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ എല്ലാം. അപ്പോൾ ബൈ.